അപ്പം നമ്മൾ ഈ സൊറബറ നമ്മൾ പറഞ്ഞില്ലേ, ഇതിപ്പോൾ തിരുവനന്തപുരം ഭാഷയിലാണെങ്കിൽ അല്ലെങ്കിൽ കൊച്ചി ഭാഷയിലാണെങ്കിൽ എങ്ങനെ ആയിരിക്കും? എന്താ പറയാ? ചറവറ. ചറവറ. ലെറ്റ്സ് ടോക്ക് ചറവറ ഗൈസ്. അങ്ങനെ തന്നെയാണോ? ഏതെങ്കിലും തലശ്ശേരി സ്ലാങ് അറിയോ? എനിക്ക് എല്ലാം പഠിപ്പിച്ച. അത് ബേം പോവാ, ബേം പറയാ, ബേം ചെയ്യാ, വേഗം ബേയോ ബേഗം ഒന്നുമില്ല, ബേം എല്ലാം സിമ്പിളാണ്. ഷസാം ഭായി, ഞാനൊരു തലശ്ശേരിക്കാരനാണ്, നോർത്ത് മലബാർ ബെൽറ്റ്. അപ്പോൾ തലശ്ശേരി എന്ന് നിങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് എന്താ നിങ്ങളുടെ മനസ്സിൽ ഫസ്റ്റ്? ബിരിയാണി. ഞാൻ തലശ്ശേരി വെഡ്ഡിങ് പോയിട്ടുണ്ട് പണ്ട്. മാൻ, ഫുഡ് എന്ന് പറഞ്ഞ എൻ്റെയൊക്കെ ട്രിവാൻഡ്രം കൊച്ചിയൊക്കെ പറഞ്ഞാൽ ഒരു ബിരിയാണി, അപ്പോൾ കല്യാണത്തിന് പോയാൽ ഒരു ബിരിയാണി ഉണ്ടാവും, ഒരു ചിക്കൻ ഫ്രൈ. എൻ്റെ അമ്മേ, ഞാൻ ഫുഡ് കണ്ട് കണ്ണ് തള്ളിയിട്ടുള്ള തലശ്ശേരി കല്യാണം. ഫിഷും ബീഫും. ഞാൻ ഇതെന്താണ് റെസ്റ്റോറൻറ്റ്? എനിക്കതായിരുന്നു ബിരിയാണി. അന്ന് ഞെട്ടിയ ഒരു സംഭവം അതാ. ഈയിടെ ഒരു നമ്മുടെ ഇവിടുത്തെ ഇൻഫ്ലുവൻസേഴ്സ് ഒക്കെ പ്രൊമോട്ടേഴ്സ് ആണെന്ന് പറഞ്ഞൊരു കാര്യം നിങ്ങൾ എന്നെ തല്ലും. സി അത് ഇനിയും ഞാൻ വേണമെങ്കിൽ അത് പറയും. ഐ ഫീൽ ലൈക്ക് ദാറ്റ്. സി ഇപ്പൊ ഞാൻ ഒരിക്കലും ഞാൻ ഒരു ഇൻഫ്ലുവൻസർ ആണെന്ന് പറയില്ല. പക്ഷെ നമ്മൾ എൻഡ് ഓഫ് ദ ഡേ ഇപ്പൊ ഞാൻ യൂസ് ചെയ്യുന്ന ഒരു പ്രോഡക്റ്റ് ആൾക്കാർക്ക് അത് കാണുക. ഇപ്പൊ ഞാൻ ഇട്ടേക്കുന്ന ഈ ടീഷർട്ട് ഇത്, അപ്പോൾ ചിലവർക്ക് ഈ പൂച്ചയും അതൊക്കെ ഇഷ്ടമുള്ളവർക്ക്, അല്ലെങ്കിൽ ഒരു അനിമേ റിലേറ്റഡ് ആയിട്ടുള്ള സാധനം ഇട്ട് അവർക്ക് അത് ആ സാധനം ഇഷ്ടപ്പെട്ടിട്ട് ഇത് എവിടെ നിന്നാണ് മേടിച്ചത്, എനിക്കത് വേണം എന്നുള്ളൊരു സാധനം വരും. വി ആർ നോട്ട് ഇൻഫ്ലുവൻസിങ്. ലൈക്ക് ഇപ്പൊ ഞാനത് ഇത് മേടിക്കൂ എന്ന് പറഞ്ഞാൽ അത് ഇൻഫ്ലുവൻസ്. അതെ. ഇപ്പം നമ്മളൊരു ഗാഡ്ജറ്റ് അത് റിവ്യൂ ആണ് ചെയ്യുന്നത്. അതായത് അതിൻ്റെ ഡിസ്പ്ലേ, അതിൻ്റെ പ്രോസസ്സർ എല്ലാം നമ്മൾ പറയുന്നുണ്ട്. വി ആർ ജസ്റ്റ് ട്രൈങ് ടു ഗിവ് ഇൻഫർമേഷൻ ടു പീപ്പിൾ. ഓക്കെ. പിന്നെ എൻ്റെ ഇൻസ്റ്റാഗ്രാം നോക്കുകയാണെങ്കിൽ ഇറ്റ്സ് ക്രിയേഷൻ, ലൈക്ക് ദീസ് അങ്ങോട്ടും ഇങ്ങോട്ടുള്ള സാധനം, റിയാക്ഷൻസ്, സംതിങ് ഓർ അനദർ വിൽ ബി ലൈക്ക് ദർ. ഇല്ലേ, ഞാൻ വളരെ വളരെ ലിമിറ്റായിട്ട് പ്രൊമോഷൻ ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. എൻ്റെ പ്രൊഫൈലിൽ കയറി നോക്കി എനിക്ക് മനസ്സിലാവും. വളരെ റെയർലി ഐ ജസ്റ്റ് സേ ദാറ്റ് നിങ്ങളിത് കാണുക, ഈ സാധനം മേടിക്കുക എന്ന് പറഞ്ഞാൽ വളരെ കുറച്ചായിരിക്കുള്ളൂ. ആൻഡ് ഐ ഫീൽ ഹിയർ ഇറ്റ്സ് മോർ ലൈക്ക് ദാറ്റ്. ഇവിടെ വരൂ, ഇത് കാണൂ, ഇത് മേടിക്കും, ഇവിടെ ഇത് സൂപ്പർ, അത് സൂപ്പർ. ഐ ഡോണ്ട് ലൈക്ക് ദാറ്റ്. ഐ മീൻ ഇറ്റ് ഈസ് അഫക്റ്റിംഗ് ക്രിയേറ്റർ. ക്രിയേറ്റർ എന്നുള്ള രീതിയിൽ ആക്ച്വലി ഒത്തന്റിക് ക്രിയേറ്റേഴ്സിനെ ബാധിക്കും. ജെന്യൂൻ ആയിട്ട് ചെയ്യുന്ന ആൾക്കാരെ. ഒരു ജെന്യൂൻ ആയിട്ട് ഒരു കാര്യം പറയാം. ഇവിടെ ഒരു ചേട്ടൻ എന്നെ അപ്രോച്ച് ചെയ്തിട്ട് പറഞ്ഞു, ഒരു കാർഗോയുടെ ഒരു പ്രൊമോഷൻ ചെയ്യണം. ചെയ്യാവോ അല്ല, ചെയ്യണം. അപ്പൊ ഞാൻ ചേട്ടാ എന്താ കാർഗോ ഞാൻ ചെയ്യാറില്ല, അതെന്താ നീ ചെയ്യാത്തത്? ഞാൻ പറഞ്ഞ് ഞാൻ ഇവിടെ ടെക്ക് അങ്ങനത്തെ സാധനങ്ങളൊക്കെ അങ്ങനെയൊക്കെ ഉണ്ടോ. സോ ദേ ഡോണ്ട് നോ. കോണ്ടന്റ് ക്രിയേറ്റർ എന്ന നിലക്ക് എനിക്കറിയില്ല കേട്ടോ, ടെക്സ്റ്റ് സൈഡ് എനിക്ക് സത്യം പറഞ്ഞ ഒന്നും അറിയില്ല. കുറച്ച് ഒരു ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ എനിക്കറിയൂ. ഒരു യൂട്യൂബിലൊക്കെ നമുക്ക് പോസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് 4K 2K ഏത് വേണമെങ്കിലും നമുക്ക് ഔട്ട് ഇറക്കിയിട്ട് പോസ്റ്റ് ചെയ്യാം. അതേ ക്വാളിറ്റിയിൽ തന്നെ യൂട്യൂബിൽ നമുക്ക് പോസ്റ്റ് ചെയ്യാൻ പറ്റും. നേരെ മറിച്ച് ഇൻസ്റ്റാഗ്രാമിൽ അവരൊരു വിഷയമുണ്ട്. ഇൻസ്റ്റാഗ്രാമിൽ നമ്മൾ ഐഫോൺ അല്ലാത്ത മറ്റു ചില ഫോണുകളിൽ ത്രൂ നമ്മൾ പോസ്റ്റ് ചെയ്യുമ്പോൾ ഇവർ ഫയൽ കംപ്രസ് ചെയ്യുന്ന ഒരു കാര്യം. അപ്പോൾ പലവരും കൺഫ്യൂസ്ഡ് ആണ് ആ ഒരു കേസിൽ. അത് എന്താണ് നിങ്ങളുടെ അഭിപ്രായം അതിനെക്കുറിച്ച്? രണ്ട് കാര്യമുണ്ട്. ഒന്ന്, ഞാൻ എടുക്കുന്നത് ക്യാമറയിലാണ്, പ്രൊഫഷണൽ 4K ഇട്ടിട്ട് അത്ര ഹൈ ഇതിലൊക്കെ ഇട്ട് അടിച്ചു കഴിഞ്ഞാൽ ഇൻസ്റ്റാഗ്രാമിലെ ഏതിലിട്ടാലും ഏതിന്ന് ഇൻസ്റ്റാഗ്രാമിൽ ഇട്ടാലും ഒരു കുഴപ്പമില്ല. ഞാൻ എൻ്റെ പിക്സൽ ഡിവൈസിൽ നിന്നാണ് എല്ലാ വീഡിയോസും ഇടുന്നത്. രണ്ടാമത്തെ കാര്യം, മെജോറിറ്റി ഓഫ് ഇന്ത്യയിലുള്ള ആൾക്കാർ യൂസ് ചെയ്യുന്നത് ആൻഡ്രോയിഡാണ്. അവർക്ക് നമ്മളിനി 4K അല്ല ഏത് കെയിൽ എടുത്തിട്ട് കൊടുത്താലും അത് ആ ഫോണിൽ വർക്ക് ചെയ്യേണ്ട ഒരു സെറ്റപ്പ് ഉണ്ട്. അതിലേ അത് വർക്ക് ചെയ്യും. നിങ്ങൾ എത്ര കഷ്ടപ്പെട്ടും പോസ്റ്റ് ചെയ്തിട്ട് കാര്യമില്ല. മനസ്സിലായില്ലേ? എന്റെ കാഴ്ചപ്പാടിൽ 1,00,000 താഴെ ഉള്ള ഫോണിന്റെ ആവശ്യം നമുക്കൊക്കെ ഉള്ളൂ. ഞാൻ അത് തന്നെയാണ് എൻ്റെ ചാനലിൽ കൂടെയും മാക്സിമം പറയാനും ശ്രമിക്കുന്നത്. യു ഡോണ്ട് വോണ്ട് ടു സി എൻഡ് ഓഫ് ദ ഡേ കാശുള്ളവൻ വിൽ ബൈ വാട്ട് എവർ. ഗോൾഡ് പ്ലേറ്റഡ് ഐഫോൺ വരെ ഉണ്ട്, അത് വേണമെങ്കിലും എടുക്കാം. ഞാൻ പറഞ്ഞ ഈ ചില പിള്ളേരൊക്കെ EMI-ലൊക്കെയാണ് ഇത് എടുത്തിട്ട്. ഈ കഴിഞ്ഞ ദിവസം ഒരു പയ്യൻ്റെ ഒരു സംഭവം ഉണ്ട്. അവൻ EMI-ൽ 15 Pro എടുത്തു, എന്നിട്ട് ആ ഫോൺ അടിച്ചു പോയി. സർവീസ് സെൻറ്ററിൽ പോകുമ്പോൾ അവന്മാർ അവനെ ഒരുമാതിരി കളിയാക്കുന്ന രീതിയിലാണ്. അത് നിങ്ങളെന്ന് പറ്റിയതാണ്, മൈക്രോ എന്തോന്ന് ഫ്രാക്ചർ എന്തോ പറ്റി എന്നൊക്കെ പറഞ്ഞ് അവനെ പേടിപ്പിച്ച്. അവൻ ഇപ്പോൾ കേസിൻ്റെ പുറകെ കിടക്കുക. അവനൊരു EMI എടുത്ത് മേടിച്ചവന്. ഞാൻ പറഞ്ഞു അതിൻ്റെ ആവശ്യമില്ല എന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. അല്ല ഒരിക്കലും ഞാൻ അത് വളരെ മോശപ്പെട്ട ഫോണാണെന്നോ അതിലൊന്നും ഞാൻ എല്ലാവരുടെയും തുടക്കം എന്ന് പറയുന്നത് ഐഫോണിലല്ലല്ലോ. അതെ, ഞാനൊക്കെ ഈ സാധനം തുടങ്ങുന്നത് OnePlus-ന്റെ 7 Pro എന്ന് പറഞ്ഞൊരു ഫോൺ വെച്ചിട്ടാണ്. അതിൻ്റെയൊക്കെ ക്വാളിറ്റി നിങ്ങൾ പഴയ എൻ്റെ വീഡിയോ കാണുമ്പോൾ മനസ്സിലാവും. അതിൽ നമ്മൾ തുടങ്ങുന്നത്. മനസ്സിലായോ? നമ്മൾ ഇവൻച്വലി നമുക്ക് കാശ് കിട്ടുന്ന അനുസരിച്ച് വി അപ്ഗ്രേഡഡ് അവർ ഡിവൈസസ് ആൻഡ് നമ്മളത് ചെയ്യുന്നു.
ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.